ഇന്നൊരു ഭക്തിസാന്ദ്രമായ ഒരു യാത്രയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതൊരു ഷോർട്സ് ആയിട്ട് ഇടണം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എടുത്തൊക്കെ വന്നപ്പോഴേക്കും എഡിറ്റൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഇതൊരു ലോങ് വീഡിയോ ആയി പോയട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ക്ഷമയോടെ ഇരുന്നൊന്ന് കണ്ടേക്കണേ. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു 7 മണിയോട് കൂടി യാത്ര തിരിച്ചു കേട്ടോ. എങ്ങോട്ടാന്നൊക്കെ വഴിയെ പറയാം. അപ്പോൾ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം എന്ന് പറയുന്ന പോലെ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ കാറിൽ യാത്ര തിരിച്ചു കേട്ടോ. അച്ഛൻ വന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഇതായി എത്തിയിട്ട് ഞങ്ങളുടെ സ്ഥലത്ത് ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ വൈക്കത്ത് അമ്പലത്തിലേക്കാട്ടോ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. വൈക്കത്തപ്പൻ്റെ അടുത്തേക്കാണ്. ഞാനൊരു വൈക്കംകാരിയാട്ടോ. ജനിച്ചത് വൈക്കത്താണെങ്കിലും വളർന്നത് എറണാകുളത്താണെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ നാടൊക്കെ വൈക്കമാണ്. അപ്പോൾ എല്ലാ വർഷവും വരണം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ മൂലം വരാൻ പറ്റാറില്ല. ഇനി അങ്ങോട്ട് എല്ലാ വർഷവും വൈക്കത്തപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട് കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് പല പല ഉത്തരവാദിത്തങ്ങളൊക്കെ ആയപ്പോഴേക്കും നമുക്ക് പോകാൻ പറ്റാതായി വന്നു കേട്ടോ. അതിന് മുന്നേക്ക് എല്ലാ വർഷവും നമ്മൾ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും പിന്നെ നമ്മുടെ ഈ ചോട്ടാപ്പിക്കിരി ഉണ്ടല്ലോ തങ്കുവിനും ചെറിയൊരു വഴിപാടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, തുലാഭാരമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ തുലാഭാരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ധന്യ നേർന്നതാട്ടോ. എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ നാത്തൂനാണ്, അവൾ നേർന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളൊരു തോർത്ത് ആദ്യം വിരിക്കണം. പിന്നെ അതിൻ്റെ മീതെ ഒരു നാണയം വെച്ചിട്ട്, വെള്ളി നാണയം വെച്ചിട്ട് അതിനകത്താട്ടോ നമ്മൾ കയറിയിരിക്കേണ്ടത്. എൻ്റെ അറിവിൽ ഇത് ആദ്യത്തെ തുലാഭാരമാട്ടോ. എൻ്റെ അറിവ്, എൻ്റെ ഓർമ്മ അത്ര വ്യക്തമല്ലാത്ത സമയത്ത് ഒരു പ്രാവശ്യം നടത്തിയിട്ടുണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ തുലാഭാരം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒന്നും മനസ്സിൽ വിചാരിക്കാതെ മഹാദേവനെ മാത്രം വിചാരിച്ചിരിക്കണം, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുന്ന കേട്ടോ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അന്ന് കൈലാസവും കൈലാസനാഥനും പാർവതി ദേവിയും എന്തോ ആ ഒരു അന്തരീക്ഷം, ആ ഒരു ഇതായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ മൊത്തം. പിന്നെ എനിക്ക് ചെറുതായിട്ടിങ്ങനെ കരച്ചിൽ വന്നു കേട്ടോ. നമ്മൾ കൂടുതൽ ഈ ഭക്തി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടിങ്ങനെ കണ്ണീര് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മംഗളമായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഇതേ നമ്മുടെ തങ്കുവിൻ്റെയാണ്. അവന് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അവന് തുലാഭാരം ചെയ്യാൻ. അവന് 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം തന്നെ ഭയങ്കരമായിട്ട് ബലം പിടിച്ചൊക്കെ നിർത്തിയിട്ടൊക്കെയാണ് അവൻ എന്ത് ചെയ്തേ ഇരിക്കില്ല കേട്ടോ. കണ്ട അവൻ്റെ വികൃതിയുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ എന്തായാലും ഒരെണ്ണം ഒരുവിധം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് അവനപ്പോഴത്തേക്ക് നാണം വന്നു കേട്ടോ. അപ്പോൾ കുട്ടേട്ടനൊക്കെ പോയി കളിയാക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ എന്തായാലും അവൻ അതിൻ്റെ ഇടയിൽ കൂടി ചേട്ടന് ചവിട്ടാനും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരെണ്ണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ചെയ്യാനായിട്ട് അവൻ ബനിയൻ എന്ത് ചെയ്ത് ഊരാൻ സമ്മതിക്കില്ല കേട്ടോ. എന്നിട്ട് ഒരുവിധം രണ്ടാമത്തെയും, ആദ്യത്തെ അത്ര പ്രഷർ രണ്ടാമത്തേൽ ഉണ്ടായില്ല. തന്നെ എന്തൊക്കെയൊക്കെ രഹസ്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് ചെയ്തുതരാം ഇത് ചെയ്യരുത് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഒന്നും രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ഒരുവിധം ഒന്ന് സഹകരിച്ചു. എന്നാലും ആദ്യത്തേനേക്കാളും ഒരു കൊല കൂടുതൽ വെക്കേണ്ട വന്നോട്ട് രണ്ടാമത്തേൽ. കാര്യം എല്ലാവരും കൂടി ഇങ്ങനെ ബലം പിടിച്ച് നിർത്തിയത് കാരണം. അപ്പോൾ എന്തായാലും ഇതവൻ ദക്ഷിണ കൊടുക്കാനായിട്ടൊക്കെ എന്തോ സഹകരിച്ചു കേട്ടോ. ആദ്യത്തേന് തന്നെയാണ് കൊടുത്തത്. അതിനുശേഷം ഞങ്ങളിതേ അവിടെ കുറേ തൊഴുതൊക്കെ ഇറങ്ങി. അതിനുശേഷം പിള്ളേരെല്ലാവരും കൂടി കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ അമ്പലത്തിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ലൊരു വൈബും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ അവിടെ. കുറേ അധികം മണവാളന്മാരെയും മണവാട്ടിമാരെയൊക്കെ കാണാൻ പറ്റിയിട്ടോ. കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈക്കത്തപ്പൻ്റെ അനുഗ്രഹവും മേടിച്ച് ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അവിടെയും നമ്മുടെ തങ്കുവിൻ്റെ വികൃതി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നാട് വൈക്കത്താണ്. അപ്പോൾ അവിടെ എൻ്റെ അച്ഛൻ്റെ തറവാടൊക്കെ അവിടെയാണ്. അപ്പോൾ ഞങ്ങളിത് അവിടെ പോയി. അപ്പോൾ ഇത് ഞങ്ങളുടെ തറവാടാട്ടോ. ഇത് വളരെയധികം പഴക്കമുള്ളൊരു കട്ടിലാട്ടോ. ഇതെൻ്റെ വെല്ലുമിച്ചയാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണവത്തിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഞങ്ങൾ പുറപ്പെട്ടു. പിന്നെ എൻ്റെ ചേച്ചിയാണത്. ചേച്ചിയുടെ വീട്ടിൽ കയറി. വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവിടെയും കയറി. അങ്ങനെ കുറേ വീടുകളിലൊക്കെ കയറി ഞങ്ങളിത് വീട്ടിൽ തിരിച്ചെത്തി. തങ്കുൻ്റെ അവൻ്റെ കുസൃതി കാരണം അവൻ്റെ നല്ല ഉറക്കമാണ്. അതിൻ്റെ ക്ഷീണത്തിൽ ചേട്ടന്മാരും ടയർഡാണ്, ഞാനും ടയർഡാണ്, എല്ലാവരും ടയർഡായിട്ടോ. അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.